12കാരിയെ മുംബൈയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ്. ആലുവയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ പൂനെയിൽ നിന്നാണ് കണ്ടെത്തിയത്. കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓച്ചിറ സ്വദേശി അഭിജിത്ത് എന്ന യുവാവിനെയും കസ്റ്റഡിയിലെടുത്തു. ചെറായിയിൽ ഐസ്ക്രീം കച്ചവടം നടത്തുകയായിരുന്നു ഇയാൾ. ആ കുട്ടിയെ നമ്മൾ ഇന്നലെ പൂനെയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡിയെടുക്കാൻ സാധിച്ചു. ശരൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശരൺ, എന്തു പറഞ്ഞാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്? മറ്റൊന്ന്, എങ്ങനെയാണ് ഈ കുട്ടി ഇയാളെ പരിചയപ്പെടുന്നത്? ഇതെന്താണ് ഈ ബന്ധവുമായി മനസ്സിലാവുന്നത്? കുട്ടി ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? കുട്ടി ഇപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണല്ലോ, അല്ലേ? റോഷ്നി, ചെറായിയിൽ ഐസ്ക്രീം കച്ചവടം നടത്തുകയായിരുന്നു കൊല്ലം സ്വദേശിയായ അഭിജിത്ത്. ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത്. അതിന് പിന്നാലെയാണ് ശനിയാഴ്ച പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്നലെയാണ് പൂനെയിൽ വെച്ച് ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നാളെ രാവിലെ രണ്ടുപേരെയും ആലുവ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കാം. അതിനുശേഷമായിരിക്കും അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുക. നിലവിൽ മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോക്സോ കേസ് പുതിയതായി രജിസ്റ്റർ ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. അത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും. ഒപ്പം തന്നെ ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അതിൽ വ്യക്തത വരുത്താനുള്ള വിശദമായ പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.